കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആൾക്കൂട്ട വിചാരണക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായതിനു പിന്നാലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിനെ ആക്രമിച്ച 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തി. പൂക്കോട് വെറ്റിനറി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ ഇവർക്ക് പഠനം സാധ്യമല്ല. അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി കീഴടങ്ങി. മലപ്പുറം സ്വദേശി അമീർ അക്ബർ അലി കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11 ആയി. SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുൺ, യൂണിറ്റ് സെക്രട്ടറി അമൽ എഹ്സാൻ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. അരുണും അമലും ഇന്നലെ രാത്രി കൽപ്പറ്റ DYSP ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. ആസിഫ് ഖാനെ വർക്കലയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നേരത്തെ 6 പേർ അറസ്റ്റിലായിരുന്നു. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിൽ 24 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടം വഹിക്കും. 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ലക്ഷ്യം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാരായ മുഴുവൻ SFIക്കാരെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് KSU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. വെറ്റിനറി കോളേജിലേക്ക് പ്രതിഷേധവുമായി BJPയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാൽ മരിച്ച സിദ്ധാർത്ഥിനെതിരെ കോളേജിൽ പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ മാസം 18-നാണ് കോളേജിൽ പരാതി നൽകിയത്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് പരാതി. 14-ന് കോളേജിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോളേജിൽ പരാതി നൽകിയത്. 19-ന് കോളേജിൽ ലഭിച്ച പരാതി 20-നാണ് കോളേജ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് കൈമാറുന്നത്. സിദ്ധാർത്ഥൻ മരിച്ചിട്ടും കമ്മിറ്റി യോഗം ചേർന്ന് പരാതി പരിശോധിച്ചു. ആരോപണ വിധേയൻ മരിച്ചതിനാൽ നോട്ടീസ് നൽകാൻ സാധിച്ചില്ലെന്നാണ് ICCയുടെ ഇൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് DYFIയും CPMഉം. SFI പ്രവർത്തകൻ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഫ്ലെക്സ് ബോർഡിന്റെ ആവശ്യം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള SFI പ്രവർത്തകരാണെന്ന് പോലീസ് പിടിയിലായത്. സിദ്ധാർത്ഥ് SFI പ്രവർത്തകൻ ആയിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക. നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പമെന്നാണ് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.